ഹലോ കൂട്ടുകാരെ, ഞാൻ ഇന്ന് എൻ്റെ ഇൻസ്റ്റഗ്രാം തുറന്ന് അങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പം ഒരു ന്യൂസ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. നമ്മുടെ ഇവിടെ സംഭവിച്ചതല്ല, പുറത്താണ്. പക്ഷേ നമ്മുടെ ഇവിടെയും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്. വളർത്തി വലുതാക്കിയ മകൾക്ക് പഠിപ്പിക്കാനായിട്ട് ഒരു 8-9 ലക്ഷം രൂപ അച്ഛൻ ചിലവാക്കുകയാണ്. ആ ചിലവാക്കിയ പൈസ മകൾ ദൂർത്തടിച്ചു. ആ ദൂർത്തടിച്ചതിന് പിതാവ് ചോദ്യം ചെയ്തു കഴിഞ്ഞപ്പോൾ അമ്മ അരികിൽ നിൽക്കുന്നുണ്ട്. ആ വീഡിയോ ആരോ ഷൂട്ട് ചെയ്തതാണ്. അവൾ ആ അച്ഛനെ ഉപദ്രവിക്കുന്നതായിട്ടാണ് ആ വീഡിയോയിൽ കാണുന്നത്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും കുട്ടികളുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. പകലന്തിയോളം നിങ്ങൾ വളർന്നു കാണാൻ വേണ്ടിയിട്ട് മാതാപിതാക്കൾ വളർന്നു വന്ന സാഹചര്യങ്ങൾ ഒരുപാട് വേദനയിലൂടെയാണ് വന്നത്. ആ ഒരു ബുദ്ധിമുട്ടും കഷ്ടപ്പാടും നിങ്ങൾക്ക് വരരുത് എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ മാതാപിതാക്കളും ഇന്ന് ഓടി നടക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരമ്മ പറഞ്ഞൊരു കാര്യമാണ്, എൻ്റെ മകൻ കർണാടകയിലാണ് പഠിക്കുന്നത്. അവൻ എല്ലാ ദിവസവും ഭക്ഷണത്തിന് വേണ്ടി, കാരണം അവനവിടെ രുചികരമായ ഭക്ഷണമൊന്നും കിട്ടുന്നില്ല. അപ്പോൾ ഇവിടെ നിന്ന് അവൻ ചോദിക്കുന്നൊരു തുക 50, 100, 30, 40 എന്തുമാകട്ടെ ദിവസവും ഇട്ടുകൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ കുട്ടിയുടെ പിതാവ് ഒരു ചുമട്ടുകാരനാണ്. പക്ഷേ അവനത് മനസ്സിലാക്കി പഠിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ ആ കിട്ടുന്ന പൈസ ദുരുപയോഗം ചെയ്യാതിരിക്കുമ്പോഴാണ്. അവന് ഭക്ഷണത്തിന് വേണ്ടി കൊടുക്കുന്നു, അത് നമുക്ക് മാനുഷികമായിട്ട് ചിന്തിക്കാവുന്നൊരു കാര്യമാണ്. അത് ഞാനാണെങ്കിലും അങ്ങനെ തന്നെയൊക്കെ ചെയ്യാം. പക്ഷേ പൈസ പഠിക്കാനായിട്ട് നമ്മൾ കൊടുത്തു വിടുമ്പോൾ അത് ദുരുപയോഗിക്കുന്നൊരു സാഹചര്യം, അത് ഏതൊരു മാതാപിതാക്കൾക്കും സങ്കടം തന്നെയാണ്. കാരണം ഞങ്ങൾക്കൊക്കെ കിട്ടാതെ പോയത് നിങ്ങൾക്ക് കിട്ടണം എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ് ഓരോ മാതാപിതാക്കളും ഓടുന്നത്. ഒരിക്കലും ഇങ്ങനെയൊരു ആശയം ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ 2-3 അമ്മമാർ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പം ഒരു കുട്ടി ചോദിച്ചത്, ഇതൊക്കെ നിങ്ങളുടെ കടമയല്ലേ? ഞങ്ങളുടെ കടമയാണ്, പക്ഷെ നിങ്ങൾക്കൊരു കടപ്പാടുണ്ട്. ഞങ്ങൾ തരുന്ന ഈ കടമ, അല്ലെങ്കിൽ ഞങ്ങൾ ഈ ചിലവാക്കുന്ന ഈ പൈസ, അത് നിങ്ങളെന്ത് ചെയ്യണമെന്നാണ് വിചാരിച്ച് ഞങ്ങൾ തരുന്നതെങ്കിൽ അതിനൊരു മൂല്യം, അത് ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. ആയതിനാൽ എല്ലാ മക്കളും നിങ്ങൾ അവർക്ക് വലിയ മോഹങ്ങളൊന്നും കൊടുത്തില്ലേലും ഒരു ചിലവാക്കുന്ന തുകയ്ക്ക് ഒരു ബഹുമാനെങ്കിലും കൊടുക്കണം. ആ വീഡിയോയിൽ ഞാൻ കണ്ടത് അപ്പൻ മുഖം അടിച്ച ആ മുഖത്താണെന്ന് വിചാരിക്കുന്നു, പക്ഷേ ആ മുഖം തൂക്കുന്ന ഒരു ഭാഗമാണ് ഞാൻ കണ്ടത്. അപ്പോൾ ഞാൻ എൻ്റെ മക്കളെയും അല്ലെങ്കിൽ എൻ്റെ ജീവിത പങ്കാളിയും ഒന്ന് താരതമ്യം ചെയ്തു. ആ സമയത്ത് എങ്ങനെയായിരിക്കും അവരും ബിഹേവ് ചെയ്യാമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം പഠിക്കാനായിട്ട് പുറത്ത് വിടുമ്പോൾ ഇവരേതൊക്കെ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നതെന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ല. കൂട്ടുകെട്ടുകൾ അതൊക്കെ എങ്ങനെയാക്കി തീർക്കും എന്നറിയില്ല. ഞങ്ങളുടെ കയ്യിൽ നിങ്ങൾ എപ്പോൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാകും, അപ്പോഴൊക്കെ നിങ്ങൾ സുരക്ഷിതരാണ്. ഞങ്ങളുടെ കയ്യിൽ നിന്ന് നിങ്ങൾ പറന്നു പോകുന്നൊരു സമയമുണ്ട്. അത് കഴിഞ്ഞാൽ ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല. കാരണം നിങ്ങൾ ഗ്രാജുവേറ്റ് ആണ് എന്നുള്ളൊരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ വരും. അതാണ് ഈ 2 ജനറേഷനും തമ്മിൽ ചേർന്ന് പോകാത്തത്. അപ്പം അതുകൊണ്ട് ഞാൻ ഇത്രയേ ഉദ്ദേശിച്ചുള്ളൂ. പണത്തിൻ്റെ കണക്ക് പറയുകയല്ല ഞങ്ങൾ ആരും ചെയ്യുന്നത്. നിങ്ങൾ വളർന്ന് നല്ലൊരു പൊസിഷനിലെത്താൻ, നാളെ നിങ്ങളൊരിക്കൽ കരയാതിരിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് എല്ലാ മാതാപിതാക്കളും ശ്രമിക്കുന്നത്. ആയതിനാൽ എല്ലാ മാതാപിതാക്കളെയും എല്ലാ മക്കളൊന്ന് അറിയാനായിട്ടൊന്ന് ശ്രമിക്കാം. താങ്ക് യു.